ഹലോ, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ നോമ്പ് തുറക്കാൻ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ നോമ്പ് എടുക്കാറില്ല. ഞങ്ങളെപ്പോലെ പൊലച്ചൊക്കെ എണീക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും അവർ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചൊക്കെ നോമ്പ് എടുത്തിരുന്നു. അപ്പോൾ ഈ വർഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ തുറക്കാൻ വേണ്ടി വിളിച്ചതാണ്. പിന്നെ ഈ കുഞ്ഞാണിയാക്കാൻ്റെ ഇന്ത്യക്ക് ഒരു കാക്ക ഉണ്ട്, ഞങ്ങളെ പരിചയത്തിലുള്ള നമ്മളെ ഈ ചാനൽ കാരണം പരിചയപ്പെട്ടൊരു കാക്കയാണ്. ആ കാക്ക ഇന്ന് ഇവിടെ വന്നിരുന്നു. ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനമൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ ഈ നോമ്പ് തുറപ്പിക്കണില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങൾ കിട്ടി. അപ്പോൾ പിന്നെ അവരെ വിളിക്കാൻ വിചാരിച്ചു. ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഫാമിലീനെ വിളിക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിന്ന് നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നോമ്പ് നോക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർ ഹിന്ദുസ് ആയതുകൊണ്ടാണ് കേട്ടോ സ്ഥിരമായിട്ട് നോമ്പ് എടുക്കാത്തത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ബീഫ് വരട്ടുണ്ടാക്കുന്നുണ്ട്. അവർക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഓണത്തിനും വിഷുവിനൊക്കെ അവിടെ പോയി എന്നും നല്ലോണം സാമ്പാറും ചോറൊക്കെ തട്ടിപ്പോരുന്ന പാർട്ടിയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ പിന്നെ പെരുന്നാളിന് ഇങ്ങോട്ടും വിളിക്കലുണ്ട്. അപ്പോൾ നോമ്പിന് എല്ലാ പ്രാവശ്യമൊന്നും വിളിക്കാറില്ല. എന്നും വിളിക്കുമെന്ന് പറയും. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഉമ്മാനൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് അവരെ വിളിക്കാനോട്ട് കൂടിയതുമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അവരെ തുറപ്പിക്കാൻ വിചാരിച്ചു. കുറേ സമൂസയും കുറേ കടലറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അനിയത്തിൻ്റെ സഹായിക്കാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്കും അനിയത്തിക്കും ഇവിടെ അടുത്തായതുകൊണ്ട് അവർക്കും കൂടെ ഉള്ളത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാൻ ബീഫ് വരട്ടാണ്. അവർക്ക് ബീഫ് വരട്ടാണ് ഇഷ്ടം. പിന്നെ ചോറ് എന്ന് പറയുന്നത് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. മാഷാ അല്ലാ, ഒരുപാട് ബിരിയാണീൻ്റെ അരി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് തന്നതുകൊണ്ട് 3-4 ആൾക്കാരായി ഇപ്പോൾ തരുന്ന ബിരിയാണീൻ്റെ അരി കേട്ടോ. കിറ്റിൽ ഒന്ന് പിന്നെ പള്ളിക്കത്തെ കിറ്റിൽ ബിരിയാണീൻ്റെ അരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പള്ളിക്കൊന്നും കിറ്റ് കിട്ടിയെന്ന് കേട്ടോ ഞങ്ങൾക്ക് നോമ്പിൻ്റെ സാധനങ്ങൾ. മാഷാ അല്ലാ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യട്ടോ. ഞാൻ ഇതുവരെ പിന്നെ കിറ്റ് കിട്ടിയതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യട്ടോ. ഒരുപാട് സാധനങ്ങൾ മാഷാ അല്ലാ സാധനങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് കട്ലറ്റും സമൂസയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ കിട്ടിയതാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആ സാധനം വെച്ചിട്ടാണ് അവരെ തുറക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ കട്ലറ്റും സമൂസയൊക്കെ അടിപൊളിയായിട്ട് എൻ്റെ അനിയത്തിയാണ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുന്തിരി ഞാൻ പറഞ്ഞല്ലോ, ഒരു കാക്ക വെളിച്ചെണ്ണയും അതുപോലെ മുന്തിരിയും ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. നമുക്കൊരു മാസം 1.5 മാസമൊക്കെ ഉപയോഗിക്കാനുള്ള സാധനങ്ങളല്ലേ, നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കാൻ തന്നെ ഓരോ സാധനങ്ങൾ കിട്ടുന്നത് നമുക്ക് ഭാഗ്യമാണല്ലോ അല്ലേ. എന്തായാലും ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ ഉള്ളൊരു വില കടയിൽ പോയാൽ. അപ്പോൾ നമ്മളെപ്പോലെ നമുക്കിപ്പോൾ പട്ടിണിയോ പായാരോ ഒന്നും ഉണ്ടായിട്ടല്ല, എല്ലാ വർഷവും തരുന്നത് പോലെ നമുക്ക് അവരിങ്ങനെ കൊണ്ടുവന്ന് തരികയാണ്. നമുക്ക് അവർ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്ന് തരുമ്പോൾ അതിൻ്റേതായ സന്തോഷവും റാഹത്തും അവർക്ക് ഉണ്ടായിട്ടാണ് അവർ നമുക്കിങ്ങനെ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ മാഷാ അല്ലാ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റാ.